എന്നിരിക്കട്ടെ, നമ്മളെന്താ ചെയ്യുന്നേ നോക്കും. 400-500 അട കിട്ടുന്ന വലിയ സമ്മാനം ഏതാ? ഒറ്റ ഉത്തരം, മലയാളി കിട്ടുന്ന ഉത്തരവാ കാസറോൾ അല്ലേ? വീട് കൂതാശയ്ക്ക് പോകുമ്പോ എന്തുവാട്ടാ പോന്നേ? കാസറോള്. അവസാനം കൂതാശ കഴിയുമ്പോ അവന്റെ ഒരു മുറി നിറച്ചെന്തായിരിക്കുന്നേ? എന്താ? അവൻ നിന്നിങ്ങനെ ചങ്ക് തകരുക. പിറ്റേന്ന് മുതൽ അവനെ വിളിക്കുന്ന എല്ലാ വീട് കൂതാശയ്ക്ക് അവൻ എന്തുമായിട്ടാ പോന്നേ? കാസറോളുമായിട്ട്. പ്രിയപ്പെട്ടവരെ, ചേരുന്ന സമ്മാനം കൊടുക്കാൻ നമ്മൾ അറിയണം. അതുകൊണ്ടാ വെള്ളമിറക്കാൻ കഴിയാതെ കിടക്കുന്ന അപ്പച്ചനെ കാണാൻ ആശുപത്രി പോകുമ്പോ നമ്മൾ ഏത്തക്കയും കൊണ്ടാ പോന്നേ. കാരണം അങ്ങനെ ജീവിതത്തിൽ ഇത് കഴിക്കാൻ ഇടവരരുത്. ചേരുന്ന സമ്മാനങ്ങൾ ചേർച്ചകളും സംസ്കാരമാണ് സൃഷ്ടിക്കുന്നേ. പ്രിയപ്പെട്ടവരെ, കൊടുക്കേണ്ടത് കൊടുക്കാൻ നമ്മൾ പഠിക്കണം. ഉപയോഗിക്കേണ്ട രീതി ഉപയോഗിക്കാനും നമ്മൾ പഠിക്കണം. അതുകൊണ്ട് കല്യാണം കഴിയുമ്പോൾ ചെറുക്കനും പെണ്ണിനും ആദ്യം കൊടുക്കുന്ന സമ്മാനം ഏതാ? കല്യാണം കഴിയുമ്പോൾ ചെറുക്കനും പെണ്ണും ആദ്യം കൊടുക്കുന്ന സമ്മാനം ഏതാ? വേദപുസ്തകം. എവിടുന്നാ കൊടുക്കുന്നേ? പള്ളിയിൽ നിന്നാ കൊടുക്കുന്നേ. ഈ ചെറുക്കനും പെണ്ണൂടെ ആദ്യത്തെ ദിവസം കുത്തിയിരുന്ന് കിട്ടിയ എല്ലാ സമ്മാനവും തുറക്കാത്ത ഒറ്റ സമ്മാനം എവിടെയാണെന്നറിയാവോ? സമ്മാനമാ വേദപുസ്തകം തുറക്കത്തില്ല. ഞാൻ പറയും, വേദപുസ്തകം തുറക്കാത്ത കുടുംബങ്ങൾ വിടരാത്ത മുട്ടുകൾ പോലെയാ. സമ്മാനങ്ങൾ, നമ്മുടെ സമ്മാനങ്ങൾ ചേർച്ചകളും സംസ്കാരവും സൃഷ്ടിക്കുന്നേ. ഒരാൾ മരിച്ചും, അത് കല്യാണം മാത്രമല്ല, മരണത്തിലായാലും ഒരാൾ മരിച്ചെന്ന് കേട്ട ഇന്ന് സുറിയാനി ക്രിസ്ത്യാനി ഓടുന്നേ എങ്ങോട്ടാ? തുണിക്കടയിലോട്ടാ ഓടുന്നേ. എന്തിനു വേണ്ടിയാ? ശോശപ്പ വാങ്ങിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ മരിച്ചു കിടക്കുന്ന അച്ചായ മണ്ണോട് ചേർന്നാലും കർത്താവ് വരുമ്പോ കാണുന്ന ആദരാഞ്ജലി ആരുടെയാ? നമ്മുടെ ആദരാഞ്ജലിയാ. ജീവിക്കുന്ന കാലത്ത് ഒരു മുണ്ട് വാങ്ങിച്ചു കൊടുത്താൽ മതി. മൃതദേഹത്തെ കോടി പുതപ്പിക്കുന്ന ഈ സംസ്കാരം സുറിയാനി ക്രിസ്ത്യാനിക്ക് എവിടുന്ന് കിട്ടിയെന്നറിയില്ല. മണ്ണിനോടും പ്രകൃതിയോടും ചെയ്യുന്ന കൊലച്ചതിയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ റോസാപ്പ് കൊണ്ടുവച്ചാൽ മതി. അങ്ങനെ സമ്മാനങ്ങൾ സംസ്കാരങ്ങളും ചേർച്ചകളും സൃഷ്ടിക്കുന്നു. പക്ഷേ പറയുന്നു, നിന്റെ വഴികളും നിന്റെ വിചാരങ്ങളും നിന്റെ ജീവിതത്തിന്റെ നടപ്പുകളും പരിശുദ്ധാത്മാവിന്റെ വഴിയിലേക്കും നല്ല വിചാരങ്ങളിലേക്കും മാറുമ്പോൾ ജീവിതം അർത്ഥവത്തായി തീരും. ഒന്നുമില്ലെങ്കിലും ഞാൻ പറയും, നമ്മുടെ ശരീരത്തെങ്കിലും കണ്ട് നമ്മളൊന്ന് പഠിക്കണം. വേറെ ഒന്നും കാണണ്ട, നമ്മുടെ ശരീരത്തെങ്കിലും കണ്ടൊന്ന് നമ്മൾ പഠിക്കണം. കാരണം മാസത്തിലൊരിക്കൽ നമ്മുടെ സ്കിൻ, അതായത് തൊലിയിലെ കോശങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു മാസം കൂടുമ്പോൾ, 6 ആഴ്ച കൂടുമ്പോൾ, 1.5 മാസം കൂടുമ്പോൾ നമ്മുടെ ലിവറിലെ കോശങ്ങൾ, കരളിലെ കോശങ്ങൾ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പല മുഴുക്കുടിയന്മാരും ഇന്ന് ജീവനോടിരിക്കുന്നതിന്റെ കാരണം 6 ആഴ്ച കൂടുമ്പോൾ കരളിലെ കോശങ്ങൾ പുതുക്കപ്പെടുന്നതുകൊണ്ട്. അവസാനം കരളിലും ഇല്ലാതാകുമ്പോഴാണ് കിടപ്പാകുന്നത്. അപ്പോൾ മാസത്തിലൊരിക്കൽ സ്കിന്നിലെ കോശങ്ങൾ പുതുക്കപ്പെടും. 1.5 മാസത്തിലൊരിക്കൽ ലിവറിലെ കോശങ്ങൾ പുതുക്കപ്പെടും. 3 മാസത്തിലൊരിക്കൽ അസ്ഥികളിലെ കോശങ്ങൾ പുതുക്കപ്പെടും. 5 ദിവസം കൂടുമ്പോൾ അന്നനാളത്തിലെയും ആമാശയത്തിലെയും കോശങ്ങൾ പുതുക്കപ്പെടും. ഫലത്തിൽ പറഞ്ഞാൽ 365 ദിവസം കഴിയുമ്പോൾ ശരീരത്തിന്റെ 90% പുതുക്കപ്പെടും. പക്ഷേ പുതുക്കാത്ത ഒറ്റ കാര്യങ്ങൾ എന്താ? നമ്മുടെ വിചാരങ്ങളും നമ്മുടെ വഴികളും. അതുകൊണ്ടാ പറഞ്ഞേ, അറ്റ്ലീസ്റ്റ് നമ്മുടെ ശരീരത്തെങ്കിലും കണ്ടൊന്ന് പഠിക്കണം. വർഷത്തിലൊരിക്കൽ ശരീരത്തിന്റെ 90% പുതുക്കപ്പെടുമ്പോൾ ജീവിതത്തിന്റെ വഴികളെയും ജീവിതത്തിന്റെ പാതകളെയും പലപ്പോഴും വിചാരങ്ങളെയും ഒന്ന് പുനർപരിശോധിക്കുവാൻ തയ്യാറാകാത്ത മനുഷ്യ, ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിന്റെ ആത്മപരിശോധനയ്ക്ക് ശക്തമായ പാത തുറന്നുകൊണ്ട് BC 6-ാം നൂറ്റാണ്ടിലെ ജനത്തിന്റെ മധ്യത്തിൽ ബുൽസിയുടെ മകനാകുന്ന യെഹസ്കേൽ നടത്തുന്ന പ്രവചനത്തിന്റെ ശക്തി പുത്തൂരിന്റെ മണ്ണിൽ പെയ്തിറങ്ങുമ്പോൾ 3 കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട ജനത്തെ ഓർമ്മിപ്പിക്കുന്നു. ജീവനെ വാഗ്ദാനം ചെയ്യുന്ന ഒരു ദൈവം, തിരിച്ചു വരവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദൈവം, നിനക്ക് നല്ല വിചാരങ്ങളിലൂടെയും നല്ല ആത്മാവിന്റെ വഴികളിലൂടെയുള്ള സഞ്ചാരത്തിലൂടെ പുതുമയുള്ള വളർച്ച വാഗ്ദാനം ചെയ്യുന്ന ദൈവം. ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. മഹാനായ എഴുത്തുകാരൻ ഹോമർ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതിയിൽ ഒരു കാര്യം ഇപ്രകാരം ഓർപ്പിക്കുന്നു: പക്ഷിക്കുഞ്ഞുങ്ങൾ ഇരയ്ക്ക് വേണ്ടി ദാഹിക്കുന്നത് പോലെ ഓരോ ഭക്തനും ഈശ്വരന് വേണ്ടി ദാഹിക്കുന്നു. പക്ഷിക്കുഞ്ഞുങ്ങൾ ഇരയ്ക്ക് വേണ്ടി ദാഹിക്കുന്നത് പോലെ ഓരോ ഭക്തനും ഈശ്വരന് വേണ്ടി ദാഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പുത്തൂരിന്റെ മണ്ണിൽ ഈശ്വരന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു നല്ല ജനതയെ ഉണർന്നു വരുവാൻ യെഹസ്കേൽ പ്രവചനത്തിന്റെ ഈ വാക്കുകളും തുടർന്നുള്ള ദിനത്തിലെ വചനങ്ങളും നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രവിച്ച എല്ലാവരോടും ക്ഷണിച്ച എല്ലാ ഭാരവാഹികളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട്
ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗായക സംഘം ഗാനം ആലപിക്കുന്നതും സ്തോത്ര കാഴ്ച എടുക്കുന്നു.